നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. അല്ലയോ പരശുരാമ, നീ വസ്തുത മനസ്സിലാക്കിക്കൊള്ളൂ. ഭീഷ്മൻ നിനക്ക് അവധ്യനാണ്. ഭീഷ്മനെ കൊല്ലാൻ നിനക്ക് പറ്റൂല. ഇതേപോലെ നിന്നെ കൊല്ലാൻ ഭീഷ്മനും പറ്റൂല. എന്താ, പരശുരാമൻ ചിരഞ്ജീവിയാണ്. അതുകൊണ്ട് ഭീഷ്മനെ കൊല്ലാൻ പരശുരാമനും പറ്റൂല, പരശുരാമനെ കൊല്ലാൻ ഭീഷ്മനും പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പിന്തിരിയണമെന്ന് രണ്ടുപേരോടും പിതൃക്കൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു. അവസാനം വല്ലവിധേയനെയും പരശുരാമനെ കൊണ്ട് അവർ വില്ല് താഴെ വയ്പ്പിച്ചു. തതോഹം പുനരേവശ്ച താനഷ്ടോ ബ്രഹ്മവാദിനഃ അദ്രാക്ഷം ദീപ്യമാനാൻ വൈ. ഞാൻ ആ അവസരത്തിൽ വീണ്ടും ആ 8 വസുക്കളെയും ബ്രഹ്മവാദികളായ വേദം ചൊല്ലുന്നവരായിട്ടുള്ള, വേദമന്ത്രങ്ങൾ ആലപിക്കുന്നവരായിട്ടുള്ള, ആ പ്രകാരത്തിൽ ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ആ വസുക്കളെ നേരിട്ട് കണ്ടു. ആ വസുക്കൾ എന്നോട് വീണ്ടും പറഞ്ഞു, അല്ലയോ ഭീഷ്മ, പ്രൈഹിരാമം മഹാബാഹോ ഗുരും ലോകഹിതം കുരു. അല്ലയോ ഭീഷ്മ, നീ രാമന്റെ മുന്നിലേക്ക് ചെല്ലുക, എന്നിട്ട് രാമനെ നമസ്കരിക്കുക. എന്തിനു വേണ്ടി? ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. രാമൻ നിനക്ക് ഗുരുവാണ്. ഗുരു എന്നുള്ള നിലയിൽ ആ ആദരവോടുകൂടിയിട്ട് നീ രാമനെ നമസ്കരിക്കുക. അങ്ങനെ അഷ്ടവസുക്കൾ എന്നോട് പറയുമ്പോൾ തതോഹം രാമമാസാദ്യ ഭവന്തേ വൃഷവിക്ഷതഃ. എൻ്റെ ശരീരം മുഴുവൻ മുറിവേറ്റിരിക്കാണ്. അങ്ങനെയുള്ള ഞാൻ രാമന്റെ സമീപത്ത് വിനയത്തോടു കൂടിയിട്ട് കൂപ്പിയ കരങ്ങളുമായിട്ട് ചെന്നു. രാമന്റെ മുന്നിൽ ഞാൻ നമസ്കരിച്ചു. ഞാൻ ഇങ്ങനെ വന്ന് നമസ്കരിക്കുന്ന അവസരത്തിൽ രാമൻ എൻ്റെ നേരെ പുഞ്ചിരിച്ചു. വളരെയേറെ സ്നേഹത്തോടു കൂടിയിട്ട്, വാത്സല്യത്തോടു കൂടിയിട്ട്. എന്നിട്ട് മാമുവാച മഹാതപാഹ, മഹാതപസ്വിയായിരിക്കുന്ന എൻ്റെ ഗുരുനാഥൻ പരശുരാമൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ത്വത്സമോ നാസ്തി ലോകേസ്മിൻ ക്ഷത്രിയ പൃഥിവീചര. അല്ലയോ ഭീഷ്മ, ഈ ഭൂമിയിൽ നിനക്ക് തുല്യനായി ഒരു ക്ഷത്രിയൻ ഇല്ല. അത്ര കണ്ട് ഈ വംശത്തിന് അലങ്കാരമായിട്ട് നീ ശോഭിക്കുന്നു. നിന്റെ ധർമ്മനിഷ്ഠ അത്ര കണ്ട് ശ്രേയസ്കരമാണ്, അത്ര കണ്ട് ദൃഢമാണ്. ആ ധർമ്മനിഷ്ഠ നിന്നെ ഔന്നത്യങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ അല്ലയോ ഭീഷ്മ, നിന്നിൽ ഞാൻ വളരെയേറെ സന്തോഷിച്ചു. ഗമ്യതാം ഭീഷ്മ യുദ്ധേസ്മിൻ തോഷിതോഹം ഭൃശംത്വയ. ഈ യുദ്ധത്തിൽ നിന്റെ ഈ വീരതയോടുകൂടിയിട്ടുള്ളതായ ഈ നിഷ്ഠയും ഈ ആയുധപ്രയോഗ സാമർഥ്യവും ഒക്കെ കണ്ട് ഞാൻ വളരെയേറെ സന്തോഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശിഷ്യന്റെ മികവ് കാണുമ്പോഴാണ് ഗുരുവിന് സന്തോഷം വർദ്ധിക്കുന്നത്. അങ്ങനെ തൻ്റെ ശിഷ്യൻ തനിക്കെതിരെ ഇത്ര കരുത്തോടുകൂടിയിട്ട് യുദ്ധം ചെയ്യുവാൻ ശേഷിയുള്ളവനാണ് എന്ന് മനസ്സിലാക്കിയ പരശുരാമൻ സന്തോഷിച്ചു. അങ്ങനെ സന്തോഷിച്ചിട്ട് പരശുരാമൻ പറഞ്ഞു, ഭീഷ്മൻ എന്നെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കടുത്തതായൊരു തീരുമാനവുമായി വന്നു. പക്ഷേ ധർമ്മനിഷ്ഠയുള്ളവനായ ഭീഷ്മൻ എന്നെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. നിന്നിൽ ഞാൻ സംപ്രീതനാണ്
നീ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. അങ്ങനെ എൻ്റെ ഗുരുനാഥൻ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. ഈ അവസരത്തിൽ എല്ലാവരുടെയും മുന്നിൽ വച്ചിട്ട് ഭാർഗവരാമൻ അമ്പയെ സമീപത്ത് വിളിച്ചു. എന്നിട്ട് അമ്പയോട് പറഞ്ഞു, അല്ലയോ അമ്പേ, എല്ലാവരുടെയും കൺമുന്നിൽ വച്ചിട്ടാണ് നിനക്ക് തന്നതായ വാക്ക് പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രിയ ശിഷ്യനായ ഭീഷ്മനോട് ഇത്ര കടുത്ത രീതിയിൽ പെരുമാറിയത്, ഇത്ര ഘോരമായ യുദ്ധവും ചെയ്തത്. എന്നിട്ടും നചൈവമപി ശക്നോമി ഭീഷ്മം ശസ്ത്രഭൃതം വരം. ആയുധമേന്തിയ മനുഷ്യരുടെ കൂട്ടത്തിൽ വച്ചിട്ട് വളരെ കരുത്തനായിരിക്കുന്ന ഈ ഭീഷ്മനെ അതിശയിക്കുവാൻ, അല്ലയോ അമ്പേ, എനിക്ക് സാധിച്ചില്ല. ഭീഷ്മനെ പരാജയപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചില്ല. ഏതെല്ലാം പ്രകാരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളാണ് ഞാൻ പ്രയോഗിച്ചത്, അത് മുഴുവൻ പ്രത്യസ്ത്രങ്ങളാൽ ഭീഷ്മൻ തടഞ്ഞു എന്ന് മാത്രമല്ല, എൻ്റെ നേരെയും കരുത്തുറ്റതായ ദിവ്യാസ്ത്രങ്ങൾ ഭീഷ്മൻ പ്രയോഗിച്ചു. അല്ലയോ അമ്പേ, ഇതിൽ കൂടുതൽ എനിക്ക് ശക്തിയില്ല. എൻ്റെ ശക്തിയുടെ പരകാഷ്ഠ ഞാനിവിടെ വിനിയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്കെന്ത് ചെയ്യാനാകും? ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇനി ഒന്നു മാത്രമേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ. ഭീഷ്മമേവ പ്രപദ്യസ്വ നത്തെ അന്യാ വിദ്യതേ ഗതി. നീ ഭീഷ്മനെ തന്നെ ശരണം പ്രാപിച്ചുകൊള്ളൂ. ഈ പ്രശ്നത്തിന് ഭീഷ്മൻ തന്നെ പരിഹാരം ഉണ്ടാക്കിക്കൊള്ളട്ടെ. ധർമ്മത്തിൽ നിന്ന് ഭീഷ്മൻ വ്യതിചലിക്കില്ല. ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ എന്തെങ്കിലും പരിഹാരം കാണാൻ സാധിക്കുമോ എന്ന് ഭീഷ്മൻ നോക്കിയിട്ട് അങ്ങനെ തന്നെ ഭീഷ്മൻ ചെയ്തു കൊള്ളട്ടെ. എനിക്കിനി ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യാൻ ഇല്ല എന്ന് പരശുരാമൻ അമ്പയോട് പറഞ്ഞു. പരശുരാമന്റെ വാക്കുകൾ സമ്പൂർണമായും സത്യമാണ് എന്ന് അമ്പയ്ക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അമ്പ അദ്ദേഹത്തിന്റെ മുന്നിൽ കൈവണങ്ങി നിന്നു. ഭീഷ്മൻ എല്ലാ ദേവന്മാരുടെയും പിതൃക്കളുടെയും എല്ലാവരുടെയും മുന്നിൽ നിന്നുകൊണ്ട് തന്റെ ഗുരുനാഥനെ വണങ്ങുമ്പോൾ ഗുരുനാഥൻ ഭീഷ്മനെ സസന്തോഷം അനുഗ്രഹിച്ചിട്ട് വളരെ വേഗത്തിൽ മഹേന്ദ്രനിലേക്ക് പോയി. തതോ മഹേന്ദ്രം സഹതൈർ മുനിഭിർ ഭൃഗുസത്തമഃ. ആ മുനിമാരോടൊപ്പം ഭൃഗുസത്തമനായിരിക്കുന്ന പരശുരാമൻ ആ മഹേന്ദ്രപർവ്വതത്തിലേക്ക് അദ്ദേഹം പോയി. ഏത് പ്രകാരത്തിലാണോ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്, അതേ പ്രകാരത്തിൽ എല്ലാ ഗുരുജനങ്ങളോടും പിതൃക്കളോടും അനുവാദം വാങ്ങിക്കൊണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം കടന്നുപോയി എന്ന് ഭീഷ്മൻ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ദുര്യോധനെ കേൾപ്പിക്കുന്നു. ഉദ്യോഗപർവത്തിലെ അംബോപാഖ്യാനം, തുടർന്ന് അമ്പ ചെയ്യുന്നതായ തപസ്, തുടർന്ന് അമ്പ പുനർജനിക്കുന്നത്, ദ്രുപദന്റെ മകളായി ജനിച്ച് പിന്നെ മകനായി മാറുന്നത്, ശിഖണ്ഡി എന്നുള്ള പേരിൽ പ്രസിദ്ധനായിത്തീരുന്നത്, ആ കഥയുമെല്ലാം ഈ അംബോപാഖ്യാനത്തിൽ ഭീഷ്മൻ ദുര്യോധനെ കേൾപ്പിക്കും. അതുകൊണ്ടാണ് ശിഖണ്ഡിയെ മുന്നിൽ കണ്ടാൽ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഭീഷ്മൻ ദുര്യോധനോട് പറഞ്ഞത്. ഇവിടെ ഈ അംബോപാഖ്യാനം ഭീഷ്മന്റെ ധർമ്മനിഷ്ഠ, ജീവിതത്തിലെ ഓരോ മുഹൂർത്തത്തെയും എങ്ങനെ അദ്ദേഹം യജ്ഞാനുഷ്ഠാനമാക്കി മാറ്റി, ആ യജ്ഞാനുഷ്ഠാനത്തിന്റെ പരമപവിത്രത, അതിന്റെ വിജയം, പരശുരാമനെപ്പോലും വിജയിക്കുന്ന ഭീഷ്മന്റെ യജ്ഞനിഷ്ഠ, അത് നാം അറിയുന്നു. ഇതാണ് ദൈവീ സമ്പത്ത്. ഭീഷ്മനിൽ നിറഞ്ഞു നിൽക്കുന്ന യജ്ഞനിഷ്ഠ എന്നുള്ള ദൈവീ സമ്പത്ത്. അതാണ് ദാനം ദമശ്ച യജ്ഞശ്ച എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ ആ പടക്കളത്തിൽ വെച്ചിട്ട് അർജുനനെ ഉപദേശിച്ചത് ദൈവീ സമ്പത്തായിട്ട്. യജ്ഞമെന്ന് പറയുമ്പോഴേക്കും നമ്മൾ പരിചയിച്ചിട്ടുള്ളതായ അഗ്നിഷ്ടോമാദികളായിരിക്കുന്ന വേദമന്ത്രോക്തങ്ങളായിരിക്കുന്ന
യജ്ഞങ്ങളെ മാത്രമല്ല കൃഷ്ണൻ പറഞ്ഞത്. ആ യജ്ഞങ്ങളെല്ലാം എത്ര പവിത്രമായ മണ്ഡലത്തിൽ നിർവഹിക്കാനുള്ളതാണ് എന്ന് ആ വേദമന്ത്രങ്ങളിൽ നമുക്കറിയാം. അങ്ങനെയാണ് യജ്ഞകർമ്മങ്ങളെല്ലാം വളരെയേറെ പഠിപ്പുള്ളവരായ സാത്വികരായിരിക്കുന്ന അനുഷ്ഠാതാക്കൾ ചെയ്തു പോരുന്നത്. അതേ പരിശുദ്ധിയോടുകൂടി അതേ ഭാവനയോടുകൂടി ജീവിതത്തിലെ ഓരോ കർമ്മവും ചെയ്യണം. ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അനേകം കർമ്മങ്ങൾ, ആയിരം കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃഷിയായാലും കച്ചവടമായാലും വിദ്യാഭ്യാസമായാലും തൊഴിലുകളായാലും കുടുംബകാര്യങ്ങളായാലും നാട്ടിലെ കാര്യങ്ങളായാലും യുദ്ധമായാലും രാജ്യകാര്യങ്ങളായാലും ഇങ്ങനെ ആയിരം കർമ്മങ്ങൾ ആയിരം മണ്ഡലങ്ങളിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതെല്ലാം അഗ്നിഷ്ടോമാദികളായ കർമ്മങ്ങൾ ഏത് പ്രകാരത്തിലുള്ള ഭാവനയോടെയും സമർപ്പണത്തോടെയും വിശുദ്ധിയോടെയുമാണോ ചെയ്യുന്നത് അതേ പ്രകാരത്തിൽ ചെയ്യണം എന്നാണ് കൃഷ്ണൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അതാണ് ദൈവീ സമ്പത്ത് ആയി നമ്മുടെ ഹൃദയത്തിൽ വളർന്ന് ഹൃദയത്തെ ഈശ്വര അനുഭവ പൂർണ്ണമാക്കി തീർക്കുന്നത്. അപ്പോൾ ദാനം തപശ്ച യജ്ഞശ്ച എന്ന് പറയുമ്പോൾ യജ്ഞം എന്നുള്ള വാക്കുകൊണ്ട് ജീവിതത്തെ മുഴുവൻ യജ്ഞമയമാക്കി തീർക്കുവാനുള്ള ആഹ്വാനം ഭഗവാൻ തന്നു. ഇനിയോ വേണ്ടതോ ഇനി സ്വാധ്യായം, വേദപഠനം, തുടക്കം തൊട്ടൊടുക്കം വരെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആ പരമാത്മാവിനെ തന്നെ അനുസന്ധാനം ചെയ്യണം. വേദമന്ത്രങ്ങൾ പഠിക്കണം. വേദമന്ത്രങ്ങളുടെ ഭാഗം തന്നെയാണ് ഉപനിഷത്തുകളും ഉപനിഷത്ത് മന്ത്രങ്ങളും. അത് പഠിക്കണം. അതിൽ നിന്നുണ്ടായിട്ടുള്ളതായ ശാസ്ത്രങ്ങൾ പഠിക്കണം. അതെല്ലാം നമ്മുടെ ചിന്തയിൽ നിറഞ്ഞു നിൽക്കണം. നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. നമ്മുടെ ഓരോ ശ്വാസത്തിലും നിറഞ്ഞു നിൽക്കണം. സ്ഥൂല സൂക്ഷ്മ കാരണശരീരങ്ങളുടെ ഭാഗമായിരിക്കണം അതെല്ലാം. എങ്കിൽ മാത്രമേ അതിനപ്പുറത്തേക്ക് നാം ആകുന്ന ജീവാത്മാവിനെ കടത്തിക്കൊണ്ടുപോകാനുള്ള ശേഷി കൈവരികയുള്ളൂ. നമ്മുടെ ഈ സ്വാധ്യായം ദാന ദമ യജ്ഞാദികളോടൊപ്പം ചേർന്ന് അതിനു മുമ്പേ പറഞ്ഞ അഭയം സത്വശം സംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി തുടങ്ങിയവയോടൊപ്പം ചേർന്ന് ഇനി പറയാൻ പോകുന്ന ദൈവീ സമ്പത്തിന്റെ എല്ലാ ഘടകങ്ങളോടും ഒപ്പം ചേർന്ന് നമുക്ക് ഈ മായയുടെ മണ്ഡലത്തിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് മായാതീതാവസ്ഥയിലേക്ക് ഉയർന്നു ചെല്ലുവാനുള്ള ശക്തി പകരും. അത് ഈ വേദ പഠനമാണ്. ഓരോ നിമിഷവും മനസ്സ് അവിടെ തന്നെ നിൽക്കണം. അതാണ് സ്വാധ്യായമാകണം. ഭീഷ്മന്റെ ഓരോ വാക്കും ആ സ്വാധ്യായ ബലത്തിൽ നിന്ന് വന്നതാണ്. അതാണ് ഞാൻ അങ്ങയിലുള്ള ബ്രാഹ്മണനോടല്ല യുദ്ധം ചെയ്യുന്നത്, അങ്ങയിലുള്ളതായ തപസ്സിനോടല്ല യുദ്ധം ചെയ്യുന്നത്, അങ്ങയിലുള്ളതായ വേദമന്ത്രങ്ങളോടല്ല യുദ്ധം ചെയ്യുന്നത്, ഇപ്പോൾ അങ്ങയിൽ നിൽക്കുന്ന ക്ഷത്രിയനോടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. എത്ര കൃത്യമായിട്ട് വേദതത്വം ഗ്രഹിച്ചിട്ട് അതിനനുസരിച്ച് അദ്ദേഹം പെരുമാറുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് കർമ്മം യജ്ഞമായി മാറുന്നത്. അതിന് വേദ പഠനം വേണം, വേദജ്ഞാനം സമ്പൂർണമായും വേണം. അതാണ് സ്വാധ്യായം. അതാണ് അടുത്ത് നാം പഠിക്കാൻ പോകുന്നത്. ശാന്തിപർവത്തിലുള്ള ഒരു കഥ വ്യാസപുത്രനായ ശുകബ്രഹ്മർഷി, അദ്ദേഹത്തിന്റെ ജീവിതം സ്വാധ്യായത്തിന്റെ അത്യധികം വിശുദ്ധമായിരിക്കുന്ന ഉദാഹരണമാണ്. അത്ഭുതകരമായ ജീവിതം. ജനനം തൊട്ട് പിന്നെ എല്ലാ കാലവും ബ്രഹ്മസ്വരൂപനായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹം നിറഞ്ഞ് വിളങ്ങുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ സ്വാധ്യായമാണ്. അതാണ് നമുക്ക് ശാന്തി പർവ്വത്തിലെ ഏതാനും അധ്യായങ്ങളിലായിട്ട് കാണാൻ കഴിയുന്നത്. അത് 14-ാം തീയതി രാത്രി
8:30 ഒരുമിച്ച് കൂടുമ്പോഴേക്കും നമുക്ക് ചർച്ച ചെയ്യാം. നാളെയും തുടർന്ന് വരുന്ന 2 ദിവസങ്ങളിലും എനിക്ക് ഏതാനും യജ്ഞകർമ്മങ്ങളിൽ അനിവാര്യമായിട്ട് പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് ഈ 3 ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും 4-ാം നാളും 11, 12, 13 തീയതികളിൽ നമ്മുടെ ഈ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അതെല്ലാം സ്വാധ്യായത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണം. ആ സമയം മുഴുവൻ 14-ാം തീയതി രാത്രി 8:30 നമുക്കിതേ പ്രകാരത്തിൽ ഒരുമിച്ച് കൂടാം. അതിന് വ്യാസഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിരാജിക്കുന്ന ഗുരുനാഥൻ അനുഗ്രഹിക്കട്ടെ. ജയ് സീതാറാം.